1921 മധുരയിൽ വെച്ചാണ് രാംജി കൃഷ്ണജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വസതിയിൽ വെച്ചാണ് ആ വസ്ത്രവും അദ്ദേഹം ഉപേക്ഷിച്ച് ഒറ്റമുണ്ടിലേക്ക് അദ്ദേഹം മാറുന്നത്. 6 മാസക്കാലം പരീക്ഷിച്ചു നോക്കാം എന്ന് തീരുമാനിച്ചാണ് 1921 അദ്ദേഹം ഈ വസ്ത്രധാരണ രീതി സ്വീകരിച്ചതെങ്കിലും പിന്നെ മരണം വരെയും അദ്ദേഹം ആ വസ്ത്രം മാറ്റുകയുണ്ടായില്ല. ജോർജ് ആറാമൻ ചക്രവർത്തിയുമായുള്ള കൂടിക്കാഴ്ചയുടെ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ആരോ ചോദിക്കുന്നുണ്ട്, ചക്രവർത്തിയെ കാണാനും ഇതേ വസ്ത്രം തന്നെ ധരിച്ചാണോ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് ഗാന്ധി പറഞ്ഞ കൗതുകമുള്ളൊരു മറുപടി, മറ്റേതെങ്കിലും വസ്ത്രം ധരിച്ചാൽ അത് ചക്രവർത്തിക്കൊരു അപമാനമായിരിക്കും എന്നാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് ചക്രവർത്തിയെ ബഹുമാനിക്കാൻ ഈ വസ്ത്രം തന്നെ ധരിക്കണം എന്ന് അദ്ദേഹം പറയുകയൊക്കെ ചെയ്തു. എന്തായാലും എന്താണ് ഗാന്ധി ഇന്ത്യൻ ജീവിതത്തിൽ ചെയ്തത്? ഞാൻ 5 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയണം എന്ന് കരുതുന്നു, ഗാന്ധിയുടെ ഇടപെടലിൻ്റെ ഫലങ്ങൾ എന്ന നിലയ്ക്ക്. അതിലൊന്നാമത്തെ കാര്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെയും ദേശീയതാ സങ്കല്പത്തെയും മതനിരപേക്ഷമായ ഒന്നിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നതിൻ്റെ കേന്ദ്രം ഗാന്ധിയായിരുന്നു. നിശ്ചയമായും ഗാന്ധിക്ക് മുമ്പും ഇന്ത്യൻ ദേശീയതയുണ്ട്. ഗാന്ധിക്ക് മുമ്പ് ബാലഗംഗാധര തിലകനെ പോലെയുള്ള വലിയ ദേശീയ നേതാവ് നമുക്കുണ്ട്. ലജ്പത് റായ് ഉണ്ട്, ബിപിൻ ചന്ദ്രപാലുണ്ട്, അരവിന്ദ ഘോഷുണ്ട്, സ്വദേശി പ്രസ്ഥാനമുണ്ട്. 1880 മുതലെങ്കിലും ഒരു ആശയം എന്ന നിലയിൽ ദേശീയത ഇവിടെയുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ അതൊരു ജനകീയമായ അടിസ്ഥാനമുള്ള ഒന്നായി രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇന്ത്യൻ ദേശീയതയെ നിർണയിച്ച ആധാര തത്വം അത് മതാത്മകമായൊരു ദേശീയ ഭൂതകാല സങ്കല്പമാണ്. മതാത്മകമായ ഹൈന്ദവമെന്ന് വിളിക്കപ്പെടുന്ന വാസ്തവത്തിൽ ബ്രാഹ്മണികവും വൈദികവുമായ ഒരു ഭൂതകാലത്തെ മുൻനിർത്തി ആദർശാത്മകമായ ഒരു പരിവേഷം ഇന്ത്യൻ ദേശീയതയ്ക്ക് നൽകിക്കൊണ്ട് ഒരർത്ഥത്തിൽ ആ ഭൂതത്തിൻ്റെ പുനഃസ്ഥാപനം എന്ന നിലയിൽ കൂടിയാണ് ദേശീയ പ്രസ്ഥാനം വികസിക്കുന്നത്. പക്കാലത്ത് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സംവാദങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആശയം പല നിലയിൽ കടന്നു വരുന്നത് കാണാൻ പറ്റും. ബ്രിട്ടീഷ് പ്രിവി കൗൺസിലുകൾക്ക് തുല്യമാണ് വേദങ്ങളിലെ സഭകൾ എന്ന് പറയുന്നത് ചെറിയ ആളൊന്നുമല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചരിത്രകാരനായിരുന്ന KP ജയ്സ്വാളാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പോളിറ്റിയിൽ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന സഭകൾ ആധുനിക ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് തുല്യമാണ് എന്ന് വാദിക്കപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാദഗതികൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാഭാവികമായ ഒരു ഉള്ളടക്കമായി തീർന്ന ഒരു ഘട്ടമാണ്. RK മുഖർജിയെ പോലെ, ജയ്സ്വാളിനെ പോലെ, RC മജുംദാറെ പോലെയൊക്കെയുള്ള ആളുകൾ, തിലകനെ പോലെയുള്ള ആളുകളൊക്കെ ഇന്ത്യയുടെ ഭൂതകാലത്തെ ആധുനിക ലോകത്തിന് തത്തുല്യമായ ഒന്നായി സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയും അങ്ങനെ വൈദികമായ ഒരു ബ്രാഹ്മണികമായ ഒരു പരിസരത്തിൽ ഇന്ത്യയുടെ ഭൂതകാലത്തെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തുകൊണ്ടാണ് ദേശീയത എന്ന ആശയത്തെ അതിൽ സൃഷ്ടിച്ചെടുത്തത്.